ഷാർജയിലെ വിഭിഞ്ചിക എന്ന് പറഞ്ഞ കുട്ടിയുടെ ആത്മഹത്യയും കുഞ്ഞിന്റെ മരണമൊക്കെ ഇപ്പോൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ സംസ്കാരം ഇവിടെ നടത്തണം എന്ന് പറഞ്ഞ ഈ കുഞ്ഞിന്റെ അച്ഛനും ഫാമിലിയൊക്കെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ നിർത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഈ വിഭിജികയുടെ ഫാമിലി. എനിക്ക് മനസ്സിലാവാതെ കുഞ്ഞിന്റെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യം ഒക്കെ കിട്ടേണ്ടവർ തന്നെ അമ്മയുടെ കൈ കൊണ്ട് തന്നെ മരണപ്പെട്ടു. ഇപ്പൊ അച്ഛനാണെങ്കിലും അതിന്റെ അന്ത്യകർമ്മത്തിന് വേണ്ടിയിട്ട് തന്നെ ഇത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ കേൾക്കുമ്പോൾ നമുക്കും ഒരുപാട് വിഷമം തോന്നും. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് കണ്ടാൽ നിങ്ങൾ അതിലിങ്ങനെ പിടിച്ചു നിൽക്കാതെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാൻ നോക്കുക. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഇവർ മാറുന്നോ? ഇവർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇവർ നിങ്ങളെ വീണ്ടും വീണ്ടും ഹേർട്ടാവും. നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്നെത്തും. പിന്നെ ഒരു അമ്മയല്ലേ നമ്മള്. ഒരിക്കലും നമ്മുടെ ഒരു ഭർത്താവ് കാരണം ഒരു കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. കാരണം 9 മാസം നമ്മളൊരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടുനടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്ന എന്തോരം ആളുകളുണ്ടെന്നറിയോ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കടിച്ചുറുകി നടക്കുന്നത്? അതും ഈ നട്ടലില്ലാത്ത, നമ്മളെ വേണ്ടാത്ത, നമ്മുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഒരാൾക്ക്, ഒരു കുഞ്ഞിനെ, ഒരു അമ്മ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരെ പിന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കാനുണ്ടാവുക? ഞാനൊരു നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരാളാണ് കേട്ടോ. ഞാൻ കണ്ടേക്കുന്ന അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ്. പലരും ഈ തീച്ചുളയിൽ വെന്തിരിയാന്നൊക്കെ പറയില്ലേ, ആ ജീവിതമാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്തൊക്കെ വന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെയായി, പക്ഷെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. ചിലപ്പോൾ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, കൂലിപ്പണിക്കൊക്കെ പോയിട്ടായിരിക്കും വളർത്തിയത്. അങ്ങനെ വളർന്ന് ഇപ്പോൾ ഒരു നിലയിലായിട്ടുള്ള എന്തോരം ആളുകളുണ്ടെന്ന് അറിയോ? ഇത് കേൾക്കുന്നത് നിങ്ങളിലില്ലേ അങ്ങനത്തെ ആളുകൾ? അതുപോലെ ഒരു മാരീഡ് ലൈഫിലേക്ക് കയറുന്ന പെൺകുട്ടികളോട് അത് നിങ്ങളുടെ തീരുമാനമായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരുടെ തീരുമാനമായിക്കോട്ടെ, ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇത് ആദ്യത്തെ കേസൊന്നുമല്ല, ഒരുപാട് കേസുകൾ ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം മനോഹരമായിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എങ്ങനെ ഇറങ്ങും? അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അതിനൊക്കെ അപ്പുറം നമുക്കൊരു മനോബലം വേണം. പിന്നെ നമ്മളൊരു മാരീഡ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ ആകെ കേൾക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഇനി ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കാതെ ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇറങ്ങാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ഇനി കേരളത്തിൽ നട്ടലില്ലാത്ത ഒരു ആണിന് വേണ്ടിയിട്ട് ഒരു പെണ്ണും ആത്മഹത്യ ചെയ്തേക്കരുത്.